പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി പോലീസിനെ പരിക്കേൽപ്പിച്ചു എന്നീ 2 ജാമ്യമില്ലാത്ത വകുപ്പുകൾ പ്രകാരമാണ് PK ഫിറോസിന്റെ സഹോദരന് നേരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇതിൽ ഫിറോസിനെ കരുവാക്കാൻ ശ്രമിക്കുന്ന ചിലരുടെ നീക്കത്തെക്കുറിച്ചാണ് ഫിറോസ് തുറന്നു പറഞ്ഞത്. അദ്ദേഹത്തിന്റെ സഹോദരൻ എന്ന നിലക്ക് എനിക്കെതിരെ വ്യാപകമായി രംഗത്ത് വരുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ സഹോദരൻ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് എൻ്റെ രാഷ്ട്രീയവുമായി യാതൊരു തരത്തിലുള്ള യോജിപ്പുമില്ല. മാത്രമല്ല, എൻ്റെ രാഷ്ട്രീയത്തെ എപ്പോഴും വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് അത്. അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പരിശോധിച്ചാൽ നിങ്ങൾക്കത് ബോധ്യമാകും. KT ജലീലും ബിനീഷ് കോടിയേരിയുമൊക്കെ ഇപ്പോൾ രംഗത്ത് വരുന്നതിൻ്റെ താല്പര്യം മലയാളികൾക്ക് മനസ്സിലാകും. അത്തരം ആളുകൾ അധികാരത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന നെറികേടുകൾക്കെതിരെ ഇനിയും സംസാരിക്കും. കുടുംബത്തിലെ ഏതെങ്കിലും വ്യക്തികൾ എന്തെങ്കിലും തെറ്റ് ചെയ്തെന്നെല്ലാം ചൂണ്ടിക്കാട്ടി ഞങ്ങളുടെയൊക്കെ വായ അടപ്പിക്കാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കുന്ന കാര്യമല്ല. എൻ്റെ സഹോദരനുമായി ബന്ധപ്പെട്ട് പോലീസ് നിഷ്പക്ഷ അന്വേഷണം നടത്തട്ടെ. അദ്ദേഹം കുറ്റക്കാരനാണെങ്കിൽ മാതൃകാപരമായ ശിക്ഷ കൊടുക്കട്ടെ. അതിനകത്ത് രാഷ്ട്രീയമായോ വ്യക്തിപരമായോ യാതൊരു തരത്തിലുള്ള ഇടപെടലും നടത്തില്ല. ഏതെങ്കിലും നിലയ്ക്ക് തെറ്റായ ഒരു പ്രവൃത്തി എൻ്റെ സഹോദരൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് മാതൃകാപരമായ ശിക്ഷ കിട്ടുന്നതിൽ ഏറ്റവുമധികം സന്തോഷിക്കുന്ന വ്യക്തി ഞാനായിരിക്കും. ഞാൻ ഈ പറഞ്ഞതിൽ എവിടെയെങ്കിലും അനുജനെ ന്യായീകരിച്ചു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി പറയുന്നു, അദ്ദേഹത്തിനെതിരെ പോലീസ് നടത്തുന്ന ഏത് അന്വേഷണത്തെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ അനുജൻ ഇതിൽ പങ്കാളിയായിട്ടുണ്ടെങ്കിൽ പോലീസ് അന്വേഷിച്ച് അദ്ദേഹത്തിന് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം. സമൂഹത്തിന് വിപത്തായി പ്രവർത്തിക്കുന്ന കുറ്റകൃത്യങ്ങളിൽ ആര് ഏർപ്പെട്ടാലും അത് എൻ്റെ കുടുംബത്തിലുള്ള ആളാണെങ്കിൽ എനിക്കൊരു നിലപാട്, പുറത്തുള്ള ഒരാളാണെങ്കിൽ മറ്റൊരു നിലപാട് എന്നില്ല. PK ഫിറോസ് ഇങ്ങനെയാണ് ഇതിനെതിരെ പ്രതികരിച്ചത്. ഈ ഇടയിൽ PK ഫിറോസിനെതിരെ വിമർശനങ്ങൾ കൊണ്ടുവരാൻ മറ്റുള്ളവർ ശ്രമിക്കുന്നതിൻ്റെ ലക്ഷ്യമെന്താണെന്ന് മലയാളികൾക്ക് മുഴുവൻ അറിയാമെന്നും PK ഫിറോസ് പറഞ്ഞു. തൻ്റെ രാഷ്ട്രീയ ജീവിതത്തെ പോലും വിമർശിക്കുന്ന ആളാണ് തൻ്റെ അനുജനെന്നും ഇതുപോലുള്ള കുറ്റകൃത്യങ്ങളെ എതിർക്കുന്ന പാർട്ടിയാണ് എൻ്റേതെന്നും സ്വന്തം കുടുംബത്തിന് വേണ്ടി നിലപാടുകൾ മാറ്റിമറിക്കുന്ന ആളല്ല താനെന്നും ഫിറോസ് പറഞ്ഞു വെച്ചു. എൻ്റെ സഹോദരൻ ഒരു വ്യക്തിയാണ്, അദ്ദേഹം ഒരു ഇൻഡിവിജ്വലാണ്, ഞാൻ വേറൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് എൻ്റെ രാഷ്ട്രീയവുമായി യാതൊരു തരത്തിലുള്ള യോജിപ്പില്ല എന്ന് മാത്രമല്ല, എൻ്റെ രാഷ്ട്രീയത്തെ എപ്പോഴും വിമർശിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പരിശോധിച്ചാൽ നിങ്ങൾക്കത് ബോധ്യമാകും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം വേറെയാണ്, എൻ്റെ രാഷ്ട്രീയം വേറെയാണ്. അങ്ങനെയൊക്കെ ആവാമല്ലോ കുടുംബത്തിൽ. പിന്നെ അദ്ദേഹത്തിനെതിരെ വന്നിട്ടുള്ള മറ്റൊരു ആരോപണം, ഇന്നലെ മയക്കുമരുന്ന് കേസിൽ ലഹരി ഇടപാടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു റിയാസ് തൊടുകയിൽ, ആ റിയാസ് തൊടുകയിലെ പോലീസ് പിടികൂടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മൊബൈലിലേക്ക് ഇയാളുടെ മെസ്സേജ് വന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്ന മറ്റൊരു കാര്യം. ഈ റിയാസ് തൊടുകയിലാണ് ലഹരി ഇടപാട് നടത്തുന്നത് എന്നും പോലീസ് പറയുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം, ഈ റിയാസ് തൊടുകയിൽ എന്തിനാണ് ഇന്നലെ പോലീസ് വിട്ടയച്ചത്? റിയാസ് തൊടുകയിൽ ഏത് പാർട്ടിക്കാരനാണ്? അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പരിശോധിക്കുന്ന ഏതൊരാൾക്കും ബോധ്യമാകും അദ്ദേഹം CPM പ്രവർത്തകനാണ്. CPM പ്രവർത്തകനായ റിയാസ് തൊടുകയിലാണ് ലഹരി ഇടപാട് നടത്തിയതെന്ന് പോലീസ് പറയുന്നു. അയാൾ ഇന്നലെ തന്നെ അദ്ദേഹത്തെ പോലീസ് വിട്ടയക്കുന്നു. അദ്ദേഹത്തെ വിട്ടയക്കാൻ ആരൊക്കെയാണ് പോലീസ് സ്റ്റേഷനിൽ ചെന്നത്? CPMന്റെ ലോക്കൽ കമ്മിറ്റി നേതാക്കൾ മുതലുള്ള നേതാക്കന്മാരാണ് അദ്ദേഹത്തെ സ്റ്റേഷനിൽ ഇറക്കിക്കൊണ്ടു പോകുന്നത്. അപ്പൊ അദ്ദേഹവുമായി എൻ്റെ സഹോദരൻ വാട്സപ്പ് ചാറ്റ് നടത്തി എന്നുള്ളതാണ് പോലീസിന്റെ ആക്ഷേപം. എന്നാൽ എൻ്റെ സഹോദരനെ കാണാൻ വേണ്ടിയോ അദ്ദേഹത്തിന് സ്റ്റേഷനിൽ ഇറക്കിക്കൊണ്ടുപോകാനോ ഒരു ലീഗ് പ്രവർത്തകൻ കുന്നമംഗലം പോലീസ് സ്റ്റേഷനിൽ പോയിട്ടില്ല. നിങ്ങൾക്ക് അത് അന്വേഷിക്കാം. ഇപ്പം എൻ്റെ വീടിൻ്റെ ഒരു 3 കിലോമീറ്ററിനുള്ളിലാണ് കുന്നമംഗലം പോലീസ് സ്റ്റേഷൻ. ഞാൻ ആ പരിസരത്തേക്ക് പോയിട്ടില്ല. കാരണം അദ്ദേഹം ഒരു ക്രൈം ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിനുള്ള ശിക്ഷ കിട്ടണം. അതിനകത്ത് യാതൊരു നിലക്കുമുള്ള ഇടപെടൽ നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എൻ്റെ മാതാപിതാക്കളുമായി സംസാരിച്ചു. പോലീസ് ഈ പറയുന്ന രീതിയിൽ സമൂഹത്തിന് വിപത്തായ ഏതെങ്കിലും ലഹരി ഇടപാടുമായി എൻ്റെ സഹോദരനോ ആർക്കെങ്കിലോ ബന്ധമുണ്ടെങ്കിൽ അവർക്കൊക്കെ എതിരെ ശക്തമായ നിയമപരമായ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് എൻ്റെ നിലപാട്, എൻ്റെ കുടുംബത്തിൻ്റെ നിലപാട്.